ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളിയൊരു വീഡിയോ കാണാം. ഒരു സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതും നിങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് പാഴാക്കി കളയുന്ന, നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു ഹൽവ തയ്യാറാക്കാനാണ് ഇന്ന് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് നല്ല കുറുകിയുള്ള കഞ്ഞിവെള്ളമാണ് വേണ്ടത്. പിന്നെ നമ്മൾ 250 ശർക്കര അത് എടുത്ത് നന്നായിട്ട് ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അത് അലിയിക്കാൻ വെക്കാം. അപ്പോൾ ശർക്കര പാനിയാകുമ്പോഴത്തേക്ക് അതിലാണ് നമ്മൾ ഈ ഹൽവ ഇട്ടാക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഈ കഞ്ഞിവെള്ളവും ശർക്കരയും വെച്ച് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ആ കഞ്ഞിവെള്ളം കുറച്ച് മൈദാമാവിലേക്ക് കുറേശ്ശെ ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. നല്ല കല്ലോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാം. ഈ മിക്സ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ കുറേശ്ശെ കഞ്ഞിവെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഒരുപാട് നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും കഴിയും. ഇപ്പോൾ നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് ഈ മൈദാമാവിൻ്റെ മിശ്രിതം, അതായത് കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത മൈദാമാവ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ശർക്കര ഉരുക്കി അതേ പാനിൽ തന്നെയാണ് നമ്മളിത് ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് പാനിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് നമ്മൾ തീ ഓണാക്കിയിട്ട് പാനിലേക്ക് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് കുറുകി വരാൻ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. 5-10 മിനിറ്റിനകം നമ്മുടെ ഹൽവ റെഡിയായി കിട്ടും. പിന്നീട് ഒന്ന് സെറ്റ് ചെയ്യാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം ഇനി ആരും പാഴാക്കി കളയരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് നമുക്ക് ആകെ ഉള്ള ഒരു ഹൽവയിൽ പ്രത്യേകിച്ച് എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇളക്കി അത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കരുത്. കുറച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ നന്നായിട്ട് കുറുകി പാനിൽ നിന്നൊക്കെ നല്ല കുറുകി കിട്ടിയിട്ട് ശേഷമാണ് നമ്മളിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നട്ട്സായിട്ട് ഞാനിവിടെ അല്പം ബദാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ നട്ട്സൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റ് കിട്ടും. വെളുത്ത എള്ളോ, ബദാം, കാഷ്യൂ, കപ്പലണ്ടി, അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് അല്പം എണ്ണ പുരട്ടി റെഡിയാക്കി വെക്കണം. ഈ ഹൽവ നമുക്ക് ഒഴിച്ച് വെക്കാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കൊരു കേക്കിൻ്റെ ട്രേയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൽവ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാനിൽ നല്ലതായിട്ട് വിട്ടു വരുന്നൊരു പരുവുണ്ട്. അതാണ് ഹൽവ റെഡി ആവുന്നെന്നുള്ള അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ബദാമിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റൈസ് വാട്ടറിൻ്റെ ആണ് ഈ ഹൽവ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നട്ട്സെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം, എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതേ നല്ല ഗ്ലാസി ആയിട്ടാണ് തോന്നുന്നത്. നല്ല സിൽക്കി ആൻഡ് ഷൈനി ഹൽവയാണ്. നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയതാണ് ആരും പറയില്ല. അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റും ഇല്ല. കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് ഹൽവയ്ക്ക്. ആ നട്ട്സൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഹൽവ. നല്ല കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല. അപ്പോൾ
നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് സെറ്റാക്കണം. നമ്മളൊരു തവിയിൽ അല്പം എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റാക്കി ഇങ്ങനെ തവിയിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കും. എന്നിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ തവിയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ഒന്ന് നിരത്തി സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൽവ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഹൽവ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല ജെല്ലി പോലെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ഈ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇഷ്ടമാവുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹൽവ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഹൽവ എടുത്തിട്ടുണ്ട്. ദേണ്ടേ, അപ്പോൾ ഇതാണ് ഒരു പരുവം. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഹൽവ മറ്റൊരു പ്ലേറ്റിലോട്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുത്തപ്പോഴത്തേക്ക് തന്നെ ഹൽവ അതിലോട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല ബ്ലാക്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹൽവ നല്ല തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് കഴിക്കാം. ഇനി ഇത് മുറിച്ച് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ തന്നെ മുറിച്ചെടുക്കാം. ചെറിയ സ്ക്വയർ ഷേപ്പ് കണക്കൊക്കെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടേ, മുറിക്കുമ്പോൾ തന്നെ നല്ല ജെല്ലി പോലെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.